2023 പുറത്തിറങ്ങിയ ഓപ്പറേഷൻ ഫോർച്യൂൺ എന്ന ഒരു അടിപൊളി സിനിമയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത്. കഥയുടെ തുടക്കത്തിൽ തന്നെ കുറെ വില്ലന്മാർ ഒരു ലാബിൽ കയറിയിട്ട് അവിടുന്ന് ഒരു ഹാൻഡിൽ മോഷ്ടിക്കുന്നത് കാണാം. എന്നിട്ട് അവിടെയുള്ള എല്ലാവരും കൊന്ന് ആ ലാബ് ഒട്ടാകെ കത്തിച്ചു കളഞ്ഞു. അവർ മോഷ്ടിച്ച ഹാൻഡിൽ അവർ വിലയിട്ടത് $10 ബില്യൺ ആണ്. ആ ലാബിലെ എല്ലാവരും മരിച്ചത് കാരണം തന്നെ ഈ വില്ലന്മാര് അവിടുന്ന് എന്താണ് മോഷ്ടിച്ചത്, എന്തുകൊണ്ടാണ് അതിന് $10 ബില്യൺ വില വരുന്നത്, എന്താണ് അതിന്റെ ഉപയോഗം എന്നൊന്നും ഗവൺമെന്റിന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനായി ഗവൺമെന്റ് ഏൽപ്പിച്ചത് നേസൻ എന്ന ഇദ്ദേഹത്തെയാണ്. നേസനോട് ഗവൺമെന്റ് ഒഫീഷ്യലി ചോദിക്കാനും താങ്കളുടെ ടീമിൽ ആരൊക്കെയാണ് വേണ്ടത് എന്ന്. അപ്പോഴാണ് നേസൻ ഓർസൺ ഫോർച്യൂൺ എന്ന പേര് പറഞ്ഞത്. അപ്പോ ഇതാണ് നമ്മുടെ ഹീറോ. ഓർസണിന്റെ പേര് കേട്ടപ്പോ തന്നെ ഇങ്ങനെ പറയാണ്, അവൻ നമ്മൾ ഗവൺമെന്റിന് വലിയ തലവേദനയാണ്. അവന്റെ ആഡംബര ജീവിതത്തിനൊക്കെ ഫണ്ട് ചെയ്താൽ ഗവൺമെന്റ് മുടിഞ്ഞു പോവും. അവന് യാത്ര ചെയ്യാൻ പ്രൈവറ്റ് ജെറ്റ് തന്നെ വേണം, കുടിക്കാൻ ഏറ്റവും എക്സ്പെൻസീവ് വൈന് തന്നെ വേണം. വേറെ ആരും താങ്കൾക്ക് ടീമിൽ എടുക്കാനില്ലേ എന്ന് നേത്തനോട് ചോദിച്ചപ്പോൾ നേത്തൻ പറയാണ്, ഇതുപോലുള്ള കേസ് കണ്ടുപിടിക്കാൻ ഓർസൺ കഴിഞ്ഞിട്ടേ വേറെ ആരുമില്ലു എന്ന്. അവന് വേറെ വഴിയില്ലാതെ ഒഫീഷ്യല് ഓക്കെ, എന്നാൽ അവനെ തന്നെ വിളിച്ചേക്ക് എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ഹീറോ ആയ ഓർസൺ മൊറോക്കോയിൽ ഹോളിഡേക്ക് വന്നിട്ടാണുള്ളത്. ആള് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഓർസൺ പറയാണ്, ഞാൻ ഇപ്പോൾ വെക്കേഷനിലാണ് നേസൻ, ഇപ്പോൾ വർക്ക് ചെയ്യേണ്ട മൂഡിലൊന്നുമല്ല ഞാൻ, എന്നെ കൊണ്ട് വരാൻ കഴിയത്തില്ല. അപ്പൊ നേസൻ പറയാണ്, നീ പറയുന്ന പ്രതിഫലം തരാൻ ഗവൺമെന്റ് തയ്യാറാണ്, അതേപോലെ നിന്റെ ഡിമാൻഡ്സ് കേൾക്കാനും അവര് റെഡിയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ സമ്മതിച്ചു. ജോൺ എന്ന വേറൊരു ഏജന്റ് ഉണ്ട്. അങ്ങേര് പണ്ട് നേസന്റെ ടീമിലുണ്ടായ ഏജന്റ് ആണ്. എന്നാൽ ജോൺ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നേസന്റെ റൈവലായ, അതായത് നേസനെ പോലെ മറ്റൊരു ഏജന്റായ മൈക്ക് എന്ന ആളുടെ കൂടെയാണ്. ഈ മൈക്കും നേസനും റൈവൽസ് ആണ്, അതേപോലെ ശത്രുക്കളുമാണ്. ജോൺ എന്ന ഹാക്കർ ഇല്ല എന്ന് ഓർസൺ നേസനോട് ചോദിച്ചപ്പോൾ നേസൻ പറയാണ്, അവൻ ഇപ്പോൾ മൈക്കിന്റെ ടീമിലാണ് എന്ന്. ജോണിനെ വിലവേശി ടീമിൽ എടുക്കണമായിരുന്നു, അവൻ വളരെ ബ്രില്യന്റ് ആണ്. അപ്പൊ നേസൻ പറയാണ്, തന്റെ ചിലവന് ഗവൺമെന്റിന് നോക്കാൻ കഴിയുന്നില്ല, അപ്പോഴാണ് ജോണിനെ കൂടി വിളിക്കേണ്ടത്. സോ അവരുടെ ടീമിലെ മറ്റൊരു അംഗമാണ് ജെ ജെ. ജെ ജെ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഷൂട്ടർ ആണ്, ഡ്രൈവർ ആണ്, ഡൈവർ ആണ്, അങ്ങനെ സകല കല വല്ലഭനാണ് ജെ ജെ. ആൻഡ് ഇതാണ് നമ്മുടെ ഹീറോയിൻ. പുള്ളിക്കാരിയുടെ പേരാണ് സാറ. ജോൺ എന്ന ഹാക്കറിന് പകരമാണ് സാറ അവരുടെ ടീമിൽ ജോയിൻ ചെയ്തത്. അപ്പൊ സാറ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഓർസണിന് സാറയോട് അത്ര വലിയ താല്പര്യമില്ല. അതായത് ജോണിന്റെ അത്ര മിടുക്കൊന്നും സാറക്ക് ഹാക്കിങ്ങിൽ ഉണ്ടാവില്ല എന്നാണ് ഓർസണിന്റെ വിചാരം. സോ ഇവര് 4 പേരുടെയും പ്ലാൻ എന്തെന്ന് വെച്ചാൽ, എയർപോർട്ടിൽ ഒരാൾ ഒരു ബാഗുമായി വരുന്നുണ്ട്. അപ്പൊ അത് ആരാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിനെ പിടികൂടി ആ ബാഗിലുള്ള ഹാർഡ് ഡ്രൈവ് എടുക്കലാണ് ഇവരുടെ 4 പേരുടെയും പ്ലാൻ. സോ സാറ എയർപോർട്ടിലെ CCTV നോക്കുകയാണ്. വാനിൽ നിന്ന് നേതൻ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. സോ സാർക്ക് മനസ്സിലായി ആരുടെ കയ്യിലാണ് ബാഗ് ഉള്ളത് എന്ന്. ഇദ്ദേഹം ഒരു റിട്ടയർഡ് പ്രൊഫസർ ആണ്, അദ്ദേഹം ജസ്റ്റ് ഒരു കാരിയർ മാത്രമാണ്. അപ്പൊ നേതൻ ഓർസണിനോട് പറയാണ്, അദ്ദേഹം കുറ്റവാളിയൊന്നുമല്ല, ഒരു സാധാരണ ആളാണ്, അതുകൊണ്ട് അങ്ങേരെ പേടിപ്പിച്ച് കൊല്ലാനൊന്നും നിൽക്കരുത്. സോ ഇവിടെ സാറയാണ് എയർപോർട്ടിലെ CCTV ഹാക്ക് ചെയ്ത് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. എന്നാൽ അപ്പോഴാണ് സാറയുടെ കമ്പ്യൂട്ടർ വേറെ ആരോ ഹാക്ക് ചെയ്തത്. അതായത് സാറക്ക് ഇപ്പൊ CCTV ശരിക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ പല ഗ്ലിച്ചസ് വന്നുകൊണ്ടേ നിൽക്കുന്നു. അപ്പൊ ഈ കാര്യം സാർ ഓർസണിനോട് പറഞ്ഞപ്പോൾ ഓർസണിന് മനസ്സിലായി ഇത് ആകെ ചെയ്യാൻ പറ്റുന്നത് ജോണിന് മാത്രമാണ് എന്ന്. അപ്പൊ അതേ എയർപോർട്ടിൽ ഈ പ്രൊഫസറിനെ പിടിക്കാനായി മൈക്കിന്റെ ടീമും വന്നിട്ടുണ്ട് എന്ന് ഓർസണിന് മനസ്സിലായി. ഗവൺമെന്റ് ഓഫീസിനെ വിളിച്ചിട്ട് നേതൻ ചോദിക്കാണ്, മൈക്ക് എന്തിനാണ് നമ്മൾ ചെയ്യുന്ന അതേ ജോലി ചെയ്യുന്നത്, അവൻ എന്താണ് വേണ്ടത്? അപ്പൊ ഒഫീഷ്യല് പറയാണ്, മൈക്ക് ഇതേ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല, അവന് വേറെ ആരെങ്കിലും കൊടുത്ത ജോലി ആയിരിക്കും ഇത് എന്ന്. സോ മൈക്കിന്റെ ടീമിലെ 2 ആൾക്കാര് നമ്മുടെ ഹീറോന്റെ പിന്നിലെ കാണാതെ വന്ന് അറ്റാക്ക് ചെയ്യാനായി പോവുകയാണ്. എന്നാൽ ആ വിവരം സാർ ഓർസണിന് കൊടുത്തു. ഓർസൺ അവരെയൊക്കെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു. പുറത്തുനിന്ന് പ്രൊഫസറിനെ മൈക്കിന്റെ വേറെ 2 പേര് കൂടി കൊണ്ടുപോവുകയാണ്. അവരെയും നമ്മുടെ ഹീറോ ഇടിച്ചു വീഴ്ത്തി. എന്നിട്ട് പ്രൊഫസറിനെ അവരുടെ വാനിൽ കയറ്റി എയർപോർട്ടിൽ നിന്ന് വിട്ടു. അപ്പൊ നമ്മുടെ പ്രൊഫസർ പേടിച്ച് ആളാകെ വയ്യാതെ ആയിട്ടുണ്ട്. ഹാർട്ട് പേഷ്യന്റ് കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം പറയാണ്, അവർ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയിട്ടാണുള്ളത്, അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്തത്, അവർ എന്റെ ഭാര്യയെ കൊന്നുകളയും, നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ ഭാര്യയെ രക്ഷിക്കണം. സോ ഇവർ ആ ബാഗിലുള്ള ഹാർഡ് ഡ്രൈവ് എടുത്ത് അവരുടെ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്യാണ്. ആ സമയം മൈക്കിന്റെ ടീം ഇവരുടെ പിന്നാലെ വരുന്നുണ്ട്. എന്നിട്ട് അവരുടെ വാൻ തടഞ്ഞു നിർത്തി വാൻ
പുറത്തുനിന്ന് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് തുറക്കാനായി നോക്കുകയാണ്. എന്തായാലും അവരത് തുറന്നപ്പോഴേക്കും അവര് ഹാർഡ് ഡ്രൈവിലുള്ള ഡാറ്റാസ് അവരുടെ ലാപ്ടോപ്പിലേക്ക് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് മൈക്ക് പറയാണ് എനിക്ക് ആ ഹാർഡ് ഡ്രൈവ് വേണം. അവര് ആ ഹാർഡ് ഡ്രൈവ് മൈക്കിന് കൈമാറി. എന്തായാലും മൈക്ക് കാരണം ആ പ്രൊഫസർ പേടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. സോ ഇപ്പൊ സാർ അവരോട് പറയാണ് ഈ ഹാർഡ് ഡ്രൈവിലുള്ള ഡാറ്റാസ് കിട്ടിയിട്ട് കാര്യമില്ല, കാരണം ഇത് ഡാറ്റ കീ ഉപയോഗിച്ച് സെക്യൂർഡ് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് ആരാണ് ബയർ എന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. സോ ഇദ്ദേഹമാണ് ബെൻ ഹാരിസ്. ബില്യനെയർ ആയ ഗ്രെഗിന്റെ വക്കീലാണ് ബെൻ ഹാരിസ്. ഈ ബില്യനെയറിന്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വെപ്പൺ ഡീലറാണ്. അതായത് തീവ്രവാദികൾക്കും ക്രിമിനൽസിനൊക്കെ ആയുധങ്ങൾ വിൽക്കുന്നത് ഗ്രെഗ് എന്ന ബില്യനെയർ ആണ്. അദ്ദേഹത്തിന്റെ അടുത്തത്തിൽ ഭയങ്കര ടാസ്ക് ആണ് എന്നൊക്കെ സാറയോട് ഓർസൺ പറയാണ്. എന്നാൽ ഗ്രെഗ് കെയ്ൻസിൽ ഒരു വലിയ പാർട്ടി നടത്തുന്നുണ്ട് എന്ന് സാറ ഹാക്ക് ചെയ്ത് കണ്ടെത്തി. അപ്പൊ അവര് ഗ്രെഗിനെ കാണാനായി കെയ്ൻസ് എന്ന സ്ഥലത്തേക്ക് അവരുടെ പ്രൈവറ്റ് ജെറ്റിൽ പുറപ്പെട്ടു. എന്നാൽ അപ്പോഴാണ് ഓർസൺ പ്ലാൻ ചേഞ്ച് ചെയ്തത്. അതായത് നമ്മൾ ഇപ്പോൾ കെയ്ൻസിലേക്കല്ല LA-യിലേക്കാണ് പോകുന്നത്. എന്തിനാണ് അവര് LA-യിലേക്ക് പോകുന്നത്? അവിടെ പോയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കെയ്ൻസിലേക്ക് കയറിപ്പെടണമെങ്കിൽ അവർക്ക് ഇൻവിറ്റേഷൻ വേണം. അതിനായി അവര് LA-യിൽ ഡാനിയൽ ഫ്രാൻചെസ്കോ എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള നടനെ കാണാനായി പോവുകയാണ്. ഗ്രെഗ് എന്ന ബില്യനെയറിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമാ നടനാണ് ഡാനി. ഗ്രെഗിന് സിനിമാ നടന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ അവരുടെ ഗേൾ ഫ്രണ്ട്സ് അങ്ങേരുടെ ഒരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ഡാനിയുടെ ഗേൾ ഫ്രണ്ടായി നീ പോകണമെന്ന് ഓർസൺ സാറയോട് പറയാണ്. സോ ഡാനിയെ ഇങ്ങനെ പോയി വിളിച്ചാല് ആ സിനിമാ നടൻ വരില്ല. എന്നാൽ ഡാനിയെ ഭീഷണിപ്പെടുത്താനായി അവർക്ക് എന്തെങ്കിലും വേണം. അത് ജെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഡാനിയുടെ സിസ്റ്റർ ഇൻ ലോവുമായി ഡാനിക്ക് ബന്ധമുണ്ട്. അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് അവർക്ക് കിട്ടി. അത് കാണിച്ച് ഓർസൺ ഡാനിയെ ഭീഷണിപ്പെടുത്തി. അപ്പൊ ആ വീഡിയോ ക്ലിപ്പ് പുറത്തു പോയാൽ ഡാനി അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്റ്റാർ വാല്യൂ ഒക്കെ തകർന്ന് ഇല്ലാതെയാകും. അപ്പൊ ഓർസണിന്റെ ആവശ്യം എന്തെന്ന് വെച്ചാല് ഗ്രെഗിന്റെ പാർട്ടിയിൽ അവർക്ക് കയറി ചെല്ലണം. എന്നാൽ അതിന് അവർക്ക് ഡാനി കൂടെ വേണം. ഗ്രെഗിന്റെ ഫേവറേറ്റ് ആക്ടർ ഡാനി ആയതുകൊണ്ട് തന്നെ ഡാനിക്ക് എന്തായാലും ആ പാർട്ടിയിൽ പ്രവേശിക്കാൻ കഴിയും. ഡാനിയുടെ മാനേജറായിട്ട് ചാർലി എന്ന കള്ളപ്പേരിലാണ് നമ്മുടെ ഹീറോ പോകുന്നത്. ഡാനിയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ട് സാറയും പോകുന്നുണ്ട്. ആൻഡ് സാറയും കള്ളപ്പേരിലാണ് പോകുന്നത്. സോ അവിടെ ചെന്ന് ഗ്രെഗിന്റെ ഡിവൈസ് കാണാതെ ആക്സസ് ചെയ്യണം. അതേപോലെ അവിടെ ഒരു മൈക്രോഫോൺ വെച്ച് അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് ഇവർക്ക് ട്രാക്ക് ചെയ്യണം. അതാണ് അവരുടെ ജോലി. അത് കഴിഞ്ഞാൽ അവരുടെ പ്ലാൻ കംപ്ലീറ്റ് ആയി. സോ ഒരു വലിയ ആഡംബര യാക്റ്റിലാണ് ഈ പാർട്ടി നടക്കുന്നത്. പിന്നെ ഗൈസ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ലോക എക്സ്പെൻസീവ് ആണ്. അപ്പോ നേതൻ ഹീറോനോട് പറയാണ് ദയവ് ചെയ്ത് അവിടെ പോയി പൈസ പൊട്ടിക്കരുത്, ഗവൺമെന്റിനെ താൻ മുടിപ്പിക്കരുത് പ്ലീസ്. സോ ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ആ ബില്യനെയർ, പേര് ഗ്രെഗ്. ഗ്രെഗ് മറ്റു ബിസിനസ്സുകാരോട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം അവിടെ ഡാനി എന്ന സിനിമാ നടനെ കണ്ടത്. ഡാനിയെ കണ്ടപ്പോൾ ഗ്രെഗിന് വിശ്വസിക്കാനാവുന്നില്ല. താൻ സ്വപ്നം കാണുകയാണോ എന്ന് പോലും ഗ്രെഗിന് തോന്നി. കാരണം ഡാനിയോട് ഗ്രെഗിന് അത്രയും ആരാധനയാണുള്ളത്. അങ്ങനെ ഡാനിയോട് സംസാരിക്കാനായി ഗ്രെഗ് പോവുകയാണ്. ഗ്രെഗ് തന്റെ കൂടെയുള്ള ട്രെന്റിനെയും അർണോൾഡിനെയും ഡാനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവര് രണ്ടുപേരും ബില്യണേഴ്സ് തന്നെയാണ്. ഡാനി തന്റെ ഗേൾ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മിഖേല എന്ന പേരിലാണ് ഡാനി സാറെ ഗ്രെഗിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ഇത് ചാർലി റോസ്വുഡ് എന്റെ മാനേജർ ആണ് എന്ന് പറഞ്ഞ് ഓർസണിനെയും ഗ്രെഗിന് ഡാനി പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ അവര് സംസാരിക്കുന്ന സമയത്ത് അവിടുത്തെ വെയിറ്ററിനെ ഓർസൺ കണ്ടു. ഇങ്ങനെ ഓർസൺ മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട്. അത് വേറെ എവിടെയുമല്ല, അന്ന് എയർപോർട്ടിൽ വെച്ച് തന്നെയാണ്. അതായത് മൈക്കിന്റെ ആളാണ് ഇത്. സോ മൈക്ക് അവിടെയും എത്തിയിട്ടുണ്ട് എന്ന് ഓർസണിന് മനസ്സിലായി. ഈ സമയം സാറ ഗ്രെഗിന്റെ ഓഫീസിൽ കയറി കൂടിയിട്ടുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ വെയിറ്ററിനെ കാണാനായി പോയി. അതായത് മൈക്കിന്റെ ആളെ കാണാനായി പോയി. വിൻസെന്റ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. സോ ഹീറോ വിൻസെന്റിനോട് വില വേശുകയാണ്. അതായത് താൻ ഇവിടുന്ന് ഞാൻ പറയുന്നത് പോലെ പോയാൽ ഞാൻ തനിക്ക് എന്റെ ഈ എക്സ്പെൻസീവ് വാച്ച് തരും, അതല്ലെങ്കിൽ ഞാൻ നിന്റെ മൂക്കാമണ്ട അടിച്ച് പൊട്ടിച്ച് നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കും. വിൻസെന്റ് ഓർസണിന്റെ ഡീല് ഏറ്റു. ആ വാച്ച് എനിക്ക് തന്നേക്ക്. ഇത് കൂടാതെ വേറെ എന്താണ് തനിക്ക് എനിക്ക് ഓഫർ ചെയ്യാനുള്ളത് എന്ന് വിൻസെന്റ് ചോദിച്ചപ്പോൾ വെരി ഗുഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം എടുത്ത് നമ്മുടെ ഹീറോ എണ്ണുകയും അതിനുശേഷം വിൻസെന്റിനെ അടിച്ചിടുകയും ചെയ്തു. ഞാൻ തന്ന വാച്ചിന് എന്താടാ കുറവ് എന്ന് പറഞ്ഞ് അവന്റെ മൂക്കമുണ്ട ഹീറോ ഇടിച്ചു പരത്തി. എന്നിട്ട് കൊടുത്ത വാച്ച് തിരിച്ചു വാങ്ങി. എന്നിട്ട് അവനെ ആണെങ്കിൽ അവിടുന്ന് പുറത്തിട്ടു. പിന്നെ
ഈ സമയം നമ്മുടെ സാറ തന്റെ ജോലി നന്നായി ചെയ്തിട്ടുണ്ട്. ഗ്രെഗ് ആണെങ്കിൽ തന്റെ പ്രിയപ്പെട്ട താരത്തോട് ചോദിക്കാണ് എന്താണ് ഡാനിയുടെ അടുത്ത പ്രോജക്റ്റ് എന്ന്, അതായത് അടുത്ത സിനിമ എന്താണ് എന്നൊക്കെ. ഞാൻ ഒരു നന്മയുള്ള ബില്യണിയറിന്റെ വേഷമാണ് എന്റെ അടുത്ത സിനിമയിൽ ചെയ്യുന്നത് എന്ന് ഡാനി പറഞ്ഞപ്പോൾ ഗ്രെഗ് പറയണു, ഓ നീ എന്നെ ഡിസ്ക്രൈബ് ചെയ്തല്ലോ, നിനക്ക് എന്തുകൊണ്ട് കുറച്ചു ദിവസം എന്റെ കൂടെ വന്ന് സ്പെൻഡ് ചെയ്തുകൂടാ, എന്നിട്ട് എന്റെ ജീവിത ശൈലിയൊക്കെ നോക്കി പഠിച്ചാൽ നിനക്ക് ആ കഥാപാത്രം നന്നായി ചെയ്യാൻ പറ്റും എന്നും ഗ്രെഗ് ഡാനിയോട് പറയുന്നുണ്ട്. അതേപോലെ സാറയോടും ഡാനിയോടും ഗ്രെഗ് പറയാണ്, നിങ്ങൾ രണ്ടുപേരെയും ടർക്കിയിൽ എന്റെ വില്ലയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്, അവിടെ വന്ന് കുറച്ച് ദിവസം താമസിച്ചോളൂ, അത് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി വെക്കേഷൻ തന്നെയായിരിക്കും, ഞാൻ ഡാനിക്ക് ഒരുപാട് ടിപ്സ് പറഞ്ഞു കൊടുക്കാമെന്നും ഗ്രെഗ് അവരോട് പറയാണ്. അങ്ങനെ അവര് സംസാരിക്കുന്ന സമയമാണ് അവിടെ അലക്സാണ്ടർ എന്ന ആളും അദ്ദേഹത്തിന്റെ ടീമും എത്തിയത്. ഇവരൊക്കെ ഉക്രൈനിയൻസ് ആണ്, അവരൊക്കെ നമ്മുടെ ഡാനിയുടെ വലിയ ആരാധകരാണ്. അങ്ങനെ അവര് ഡാനിയുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന സമയം നമ്മുടെ ഗ്രെഗ് അണ്ണൻ സാറയെ അഥവാ നമ്മുടെ ഡാനിയുടെ ഗേൾഫ്രണ്ട് ആയ മിഖേലയെ വശീകരിക്കാനായി നോക്കുകയാണ്. അതായത് ഗ്രെഗ് അണ്ണന്റെ വീക്ക്നെസ് ആണ് വലിയ സിനിമാ നടന്മാരുടെ കാമുകിമാർ. എന്തായാലും അവരുടെ അവിടുത്തെ ജോലി കഴിഞ്ഞ് അവര് 3 പേരും നൈസ് ആയിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. സോ അലക്സാണ്ടറിനോട് ഗ്രെഗ് ഇവിടെ ആ ഹാൻഡിലിനെ കുറിച്ച് പറയാണ്, അതായത് $10 ബില്യൺ ഡീലിനെ കുറിച്ച്. നമ്മുടെ ഹീറോന്റെ ടീം അവിടെ വെച്ച് മൈക്ക് ഉപയോഗിച്ച് അവരുടെ സംസാരമൊക്കെ ഒളിഞ്ഞു കേൾക്കുന്നുമുണ്ട്. അലക്സാണ്ടർ ആരാണ് ബയർ എന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് പറയാൻ കഴിയില്ല എന്നാണ് ഗ്രെഗ് പറഞ്ഞത്. സോ ഇവിടെ സെല്ലർ അലക്സാണ്ടർ ആണ്, അവരുടെ ബ്രോക്കർ ആണ് ഗ്രെഗ്. പക്ഷെ ആരാണ് ബയർ? ബയർ ഇത് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്? $10 ബില്യൺ മാത്രം വില വരാൻ എന്താണ് ആ ഹാൻഡിൽ ഉള്ളത് എന്ന് ഇപ്പോഴും അവർക്ക് പിടികിട്ടിയിട്ടില്ല. സോ ഇവർക്ക് എന്തായാലും മനസ്സിലായി ആ ഉക്രൈനിയൻസിന് ഈ ഡീലിൽ ബന്ധമുണ്ട് എന്ന്. അപ്പൊ അവരുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്താൽ അവർക്ക് കുറച്ചൊക്കെ ഡീറ്റെയിൽസ് കിട്ടും. എന്നാൽ സാറ പറയാണ്, ഞാൻ അവരുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാൻ നോക്കി, എന്നാൽ അവരുടെ കമ്പ്യൂട്ടേഴ്സ് ഹൈ സെക്യൂരിറ്റി ഉള്ളത് കാരണം അതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഡിവൈസിൽ ഒരു സോഫ്റ്റ്വെയർ കയറ്റിയാൽ മാത്രമേ എനിക്ക് അതിൽ ആക്സസ് ചെയ്യാൻ കഴിയൂ. അതിനായി അവരുടെ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും കയറി ചെല്ലണം. സോ അതിനായി നമ്മുടെ ഓർസൺ അവരുടെ വീട്ടിലേക്ക് കയറാനായി തീരുമാനിച്ചു. വീടിന്റെ അകത്ത് മുഴുവനും ഗ്യാസ് അടിച്ച് ആ വീട്ടിലെ എല്ലാവരെയും ബോധം കെടുത്തി. ശേഷം ഓർസൺ മാസ്കും ധരിച്ച് ആ വീട്ടിലേക്ക് കയറുകയാണ്. എന്നിട്ട് അലക്സാണ്ടറിന്റെ ലാപ്ടോപ്പിൽ അവരുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഇതൊരു മോഷണം പോലെ വരുത്തി വെക്കണം, അല്ലെങ്കിൽ അവർക്ക് സംശയമാവും. അതുകൊണ്ട് ആ വീട്ടിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ, വാച്ചസ്, പണം അതൊക്കെ ഓർസൺ മോഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ദാ അവിടെ 2 ഗാർഡ്സുമുണ്ട്. അവരെ ഇടിച്ചു വീഴ്ത്തി അതിൽ ഒരുത്തന്റെ കാലിൽ വെടിയും വെച്ച് ഓർസൺ വളരെ കൂളായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ ദിവസത്തെ മിഷൻ കംപ്ലീറ്റ് ആയി. അങ്ങനെ അവരുടെ കമ്പ്യൂട്ടേഴ്സ് ഹാക്ക് ചെയ്ത ഡീറ്റെയിൽസ് വെച്ച് അവർക്ക് മനസ്സിലായി ഈ ഡീല് നടക്കുന്നത് ടർക്കിയിൽ വെച്ചാണ് എന്ന്. അപ്പോഴാണ് സാറക്ക് ആ കാര്യം ഓർമ്മ വന്നത്. അതായത് ഗ്രെഗ് ഡാനിയും സാറയും ഗ്രെഗിന്റെ ടർക്കിയിലെ വില്ലിൽ ഓൾറെഡി ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ അവര് നേരെ വിട്ടത് ടർക്കിയിലേക്കാണ്. അവിടുന്ന് ഗ്രെഗ് ഡാനിയോട് പറയാണ്, ഇവിടെ നിങ്ങൾക്കായിട്ട് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എന്നാൽ അതിനു മുൻപ് എനിക്ക് നിനക്കൊരു സർപ്രൈസ് തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡാനിയെ ഗ്രെഗ് തന്റെ കാർ കളക്ഷനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഒരുപാട് ആഡംബര കാറുകളുടെ കളക്ഷൻ തന്നെയുണ്ട്. എന്നാൽ അവിടെ ഈ ഒരു കാർ കണ്ടപ്പോൾ ഡാനി ശരിക്കും ഷോക്കായി. കാരണം ഡാനി ഒരു സിനിമയിൽ ഡ്രൈവ് ചെയ്ത ഡാനിയുടെ ഡ്രീം കാറാണ് ഇത്. ഇത് കണ്ടപ്പോൾ ഡാനിക്ക് ശരിക്കും സന്തോഷമായി. ഡാനി, ഉച്ചക്ക് ഭക്ഷണത്തിന് ശേഷം നീ എന്നെ ഇതിലൊരു ഡ്രൈവ് കൊണ്ടുപോകണമെന്നും ഗ്രെഗ് ഡാനിയോട് പറയുന്നുണ്ട്. ഡാനിയോട് ഗ്രെഗ് ചോദിക്കാണ്, ഈ കാർ നിന്റെ വലിയ സ്വപ്നമായിരുന്നില്ലേ? അതെ എന്ന് ഡാനി പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നിനക്കുള്ളതാണ് എന്നും ഗ്രെഗ് ഡാനിയോട് പറയാണ്. അങ്ങനെ ഡാനിക്ക് വീണ്ടും സന്തോഷമായി. സോ ഇവിടെ ഡാനിയും ഗ്രെഗും കാറിൽ ഡ്രൈവ് പോയപ്പോൾ സാറ അവിടെ ഗ്രെഗിന്റെ ഓഫീസ് കണ്ടുപിടിക്കാനായി പോവുകയാണ്. അങ്ങനെ ഗ്രെഗിന്റെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച് സാറ അതിൽ ആക്സസ് ചെയ്തു. അപ്പൊ അത് നോക്കിയപ്പോൾ സാറക്ക് മനസ്സിലായത് ഗ്രെഗ് ഒരു കണ്ടെയ്നർ വാങ്ങുന്നുണ്ട്. ആ കണ്ടെയ്നറിൽ മോഷ്ടിക്കപ്പെട്ട AK-47 തോക്കുകളാണുള്ളത്. $30 മില്യൺ ഗൺസ് ആണ് അത്. അങ്ങനെ നേതൻ ഹീറോനോട് പറയാണ്, നമ്മൾ തെറ്റായ ഡയറക്ഷനിലാണ് പോകുന്നത്. അത് ആ ഹാൻഡിൽ അല്ല, പകരം വെപ്പൺസ് ആണ്. അതിനെങ്ങനെ പോയാലും $10 ബില്യൺ വില ഒന്നും വരില്ല. എന്നാൽ ഹീറോ പറയാണ്, അല്ല, നമ്മൾ റൈറ്റ് ഡയറക്ഷനിൽ തന്നെയാണ്. ഞാൻ ബെൻ ഹാരിസിനെ ഇവിടെ കണ്ടു, ഗ്രെഗിന്റെ വക്കീലിനെ. ബെൻ ഹാരിസിനെ ഞാൻ ഫോളോ ചെയ്യുകയാണ്. സോ ബെൻ ഹാരിസിന് മനസ്സിലായി തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് അദ്ദേഹം. പിന്നാലെ നമ്മുടെ ഹീറോ അദ്ദേഹത്തെ പിടിക്കാനായി ഓടുന്നുമുണ്ട്.
വിളിക്കുന്നുണ്ട്. സോ ബെൻ ഹാരിസ് ആണ് ഗ്രെഗിന്റെ ഈ ഡീല് ഇന്ന് നടത്താനായി പോകുന്നത്. അപ്പോ അതെന്താണ് ഡീല് എന്ന് അറിയാൻ വേണ്ടിയാണ് ഹീറോ അദ്ദേഹത്തെ പിടിക്കാനായി പിന്നാലെ ഓടുന്നത്. പക്ഷേ ബെൻ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറിപ്പോയി. അവിടുന്ന് ഹീറോനെ ബെൻ അടിക്കാനായി നോക്കിയപ്പോൾ ബെൻ അവിടുന്ന് താഴെ വീണു. അങ്ങനെ ബെൻ ഹാരിസ് മരണപ്പെട്ടു. പിന്നെ ഗൈസ് ഈ സമയം അവർക്ക് $10 ബില്യൺ വില വരുന്ന ആ ഹാൻഡിൽ എന്താണ് എന്ന് മനസ്സിലായി. അതൊരു പ്രോഗ്രാമബിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ആ AI ഉപയോഗിച്ച് ഏത് സിസ്റ്റവും ഹാക്ക് ചെയ്യാൻ പറ്റും. അതായത് വേൾഡിലെ ബാങ്കിങ് സിസ്റ്റം അടക്കം ആ AI ഉപയോഗിച്ച് ഹാക്ക് ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അലക്സാണ്ടർ ആണ് ഇത് വിളിക്കുന്നത്. ബ്രോക്കർ ആയിട്ടുള്ളത് ഗ്രെഗ് ആണ്. എന്നാൽ ഗ്രെഗിന് അറിയത്തില്ല ഈ AI എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്ന്. $10 ബില്യൺ ഡീലിൽ നിന്ന് ഗ്രെഗിന് കമ്മീഷൻ മാത്രമാണ് കിട്ടുന്നത്. സോ നാളെ 9 മണിക്കാണ് ഈ ഡീല് നടക്കുന്നത്. ഈ ഡീല് നടക്കണമെങ്കിൽ ബെൻ ഹാരിസ് ആണ് പോവേണ്ടത്. എന്നിട്ട് അവിടുന്ന് ബെൻ ഹാരിസ് ഗ്രെഗിന് മാത്രം അറിയുന്ന 15 ഡിജിറ്റ് കോഡ് പറഞ്ഞു കൊടുക്കണം. അപ്പോ അൺഫോർച്ചുനേറ്റ്ലി ബെൻ ഹാരിസ് മരണപ്പെട്ടു. എന്നാൽ ബെൻ ഹാരിസ് ആയിട്ട് പോകുന്നത് നമ്മുടെ ഹീറോ ആണ്. സോ ബയറിന്റെ ആൾക്കാര് ഹീറോനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അവർ ഇതുവരെ ബെൻ ഹാരിസിനെ നേരിട്ട് കാണാത്തത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. എന്നാൽ അവര് തിരിച്ചറിഞ്ഞാൽ അവര് ഉറപ്പായും നമ്മുടെ ഹീറോനെ തട്ടിക്കളയും. സോ ഇവിടെ ഹീറോ കോഡ് ചോദിക്കാനായിട്ട് ഗ്രെഗിനെ വിളിക്കും. അപ്പൊ സാറ ആ സമയം ഹീറോനെ സൗണ്ട് AI ഉപയോഗിച്ച് അത് ബെൻ ഹാരിസിനെ സൗണ്ട് ആക്കി മാറ്റും. അങ്ങനെ ആ കോഡ് ഗ്രെഗ് പറഞ്ഞു കൊടുക്കും. അപ്പോ ദാ ഇവിടെ ഹീറോ ഗ്രെഗിനെ വിളിക്കുകയാണ്. സൗണ്ട് AI ഉപയോഗിച്ച് സാറ ബെൻ ഹാരിസിനെ സൗണ്ട് ആക്കി മാറ്റിയിട്ടുമുണ്ട്. പിന്നെ അതേപോലെ ഹീറോനെ പ്രൊട്ടക്ട് ചെയ്യാനായി ജെ അവിടെ തോക്കുമായി ദൂരെ നിൽക്കുന്നുമുണ്ട്. സപ്പോസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ജെ അവിടെ ദൂരെ തോക്കുമായി നിൽക്കുന്നത്. അങ്ങനെ ബെൻ ഹാരിസ് ആണ് എന്ന് കരുതി ഗ്രെഗ് കോഡ് പറഞ്ഞു കൊടുത്തു. പിന്നെ ഗ്രെഗിന്റെ വീട്ടിലെ കമ്പ്യൂട്ടർ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഗ്രെഗിന്റെ ടീമിന് ഈ സമയം മനസ്സിലായിട്ടുമുണ്ട്. അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായി അത് ബെൻ ഹാരിസ് അല്ല എന്ന്. അങ്ങനെ പിന്നെ അവിടെ ഒരുപാട് ഹെലികോപ്റ്റേഴ്സ് ഒക്കെ വന്ന് വലിയ വെടിവെപ്പ് തന്നെ നടക്കുകയാണ്. അപ്പോ ഈ ഹെലികോപ്റ്ററിൽ വന്നത് വേറെ ആരുമല്ല, മൈക്കിന്റെ ടീം തന്നെയാണ്. സോ സാറക്കിനി പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഗ്രെഗ് മനസ്സിലാക്കി എന്തെങ്കിലുമായി അവരെ ചെയ്യും. സോ ഡാനി പുറത്ത് തന്നെ കാറുമായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ കാറിൽ കയറി അവര് രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ അവര് രക്ഷപ്പെട്ടതിന് ശേഷമാണ് ഗ്രെഗ് അറിയുന്നത് അവര് കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് ഡീലിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ ഗ്രെഗിന്റെ ആൾക്കാരുടെ അവരെ പിടിക്കാനായി ഗ്രെഗ് നിർദ്ദേശം കൊടുത്തു. പിന്നെ ഈ സമയം ആ ഹാൻഡിൽ മൈക്ക് എടുത്തിട്ട് ഉക്രൈനിയൻ ഡീലേഴ്സിനൊക്കെ കൊന്നു കളഞ്ഞു. അതേപോലെ മൈക്ക് തന്നെ ടീമിലെ ആൾക്കാരോട് ഓർസണിനെ കൊല്ലാനും നിർദ്ദേശം കൊടുത്തു. എന്നാൽ അതിനു മുൻപ് ഓർസണിനെ കൊല്ലാൻ വന്ന ആൾക്കാരെ ദൂരെ നിന്ന് ജെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. അവിടെ ഒരു ഹെലികോപ്റ്ററിൽ പൈലറ്റ് മരിച്ചു കിടക്കുന്നുണ്ട്. നമ്മുടെ ഹീറോക്ക് എന്നാൽ ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യാനൊക്കെ അറിയുന്നത് കൊണ്ട് അവര് രണ്ടുപേരും ആ ഹെലികോപ്റ്റർ എടുത്ത് അവിടുന്ന് വിട്ടു. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാനിയുടെയും സാറയുടെയും കാറിന്റെ പിന്നാലെ ഗ്രെഗിന്റെ ആൾക്കാര് വമ്പൻ വെടിവെപ്പ് തന്നെ നടത്തുന്നുണ്ട്. എന്നാൽ ഡാനി നല്ല അടിപൊളി ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഡാനി അവരെയൊക്കെ ട്രിക്കാക്കി കൊക്കയിലേക്കൊക്കെ ചാടിച്ചിട്ടുണ്ട്. ശേഷം അവരുടെ അടുത്തേക്ക് നമ്മുടെ ഹീറോ ഹെലികോപ്റ്ററുമായി വന്നു. എന്നിട്ട് അവരെല്ലാവരും ആ ഹെലികോപ്റ്ററിൽ പറന്നു. ഈ സമയമാണ് നേസൻ അവർക്ക് ഇൻഫോർമേഷൻ കൊടുത്തത്. അതായത് മൈക്ക് ആ ഹാൻഡിൽ ഗവൺമെന്റിന് വേണ്ടി രക്ഷിക്കാനല്ല കൊണ്ടുപോയത്, പകരം മൈക്കിന് ആ ഡീല് സ്വന്തം നടത്താൻ വേണ്ടിയാണ് എന്ന്. അപ്പൊ അത് കേട്ടപ്പോ ഓർസൺ പറയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രെഗിനെ കാണാനായി പോവുകയാണ് എന്ന്. അതായത് മൈക്ക് ഗ്രെഗിന് ആ ഡീലിലെ കമ്മീഷൻ ഒന്നും കൊടുക്കാനായി പോകുന്നില്ല. ഗ്രെഗിനെ നൈസായി പറ്റിക്കാനാണ് അവരുടെ പ്ലാൻ. സോ ഇവര് 4 പേരും ഗ്രെഗിനെ കാണാനായി പോയി. ഗ്രെഗ് ദാ അവിടെ ദേഷ്യത്തിൽ ഇരിക്കുകയാണ്. ഡാനിയെ വെച്ച് നിങ്ങൾ എന്നെ ഒരു കോമാളിയാക്കിയല്ലേ, എന്തായാലും മൈക്ക് എന്ന ഒരുത്തൻ എന്റെ ഡീൽ എടുത്ത് എന്റെ കമ്മീഷൻ തട്ടിയെടുക്കാനായി നോക്കുകയാണ്. അപ്പോഴാണ് അവര് ഗ്രെഗിന് ഒരു ഓഫർ കൊടുത്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മീഷൻ ഒക്കെ കിട്ടും, എന്നാൽ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്ന്. എന്നിട്ട് ഗ്രെഗിനോട് ആരാണ് ബയർ എന്ന് ഓർസൺ ചോദിച്ചു. സോ ബയേഴ്സ് വേറെ ആരുമല്ല, അന്ന് ഗ്രെഗ് പരിചയപ്പെടുത്തി കൊടുത്ത ട്രെന്റും അർണോൾഡും എന്ന 2 ബില്യനേഴ്സ് ആണ് ഈ ഹാൻഡിൽ വാങ്ങാനായി പോകുന്നത്. അവരുടെ ലക്ഷ്യം ബാങ്കിങ് സിസ്റ്റം കൺട്രോൾ ചെയ്യുക എന്നതാണ്. സോ ഇനിയാണ് കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കുന്നത്. ഇവിടെ ആ ഡീല് നടക്കുന്ന സ്ഥലത്തേക്ക്, അതായത് മൈക്കിന്റെ അടുത്തേക്ക് നമ്മുടെ ഡാനിയും ഗ്രെഗും പോവുകയാണ്. അവിടത്തേക്ക് കയറാനായി നമ്മുടെ ഹീറോ പുറത്തുനിന്ന് ഗാർഡ്സിനൊക്കെ ഷൂട്ട് ചെയ്ത് വരുന്നുമുണ്ട്. ഗ്രെഗ് അവന്മാരോട് പറയാണ്, നിങ്ങൾ ഈ ചെയ്തത് വലിയ തെറ്റാണ്, എന്റെ കമ്മീഷൻ തട്ടിയെടുക്കാനാണ് നിങ്ങൾ നോക്കിയത്. പോട്ടെ, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരും ഈ പേപ്പർ
കയ്യിൽ വെച്ചോ. അത് ഇവന്മാര് നോക്കിയപ്പോൾ അത് അവരുടെ മാതാപിതാക്കളുള്ള ലൊക്കേഷനാണ്. എന്റെ പണം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ ഞാൻ കൊല്ലുമെന്നും ഗ്രെഗ് അവരെ ഭീഷണിപ്പെടുത്തി അവിടുന്ന് പോയി. ഗ്രെഗും ഡാനിയും അവിടുന്ന് പോയതിനു ശേഷം മൈക്ക് അർണോൾഡിനോടും ട്രെന്റിനോടും തർക്കിക്കുന്നുണ്ട്. കാരണം ആ കമ്മീഷനും മൈക്കിന് വേണം. അത് ഗ്രെഗിന് കൊടുത്താൽ എങ്ങനെ ശരിയാവാ? എന്തായാലും അവര് ആ ഫണ്ട് നമ്മുടെ ഗ്രെഗിനെ തന്നെ ട്രാൻസ്ഫർ ചെയ്തു. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയം മൈക്കും അവിടെയുള്ള ബാക്കി എല്ലാവരും അപ്പുറവും ഇപ്പുറവുമായി ഷൂട്ട് ചെയ്യുകയാണ്. ഈ സമയം നമ്മുടെ ഹീറോ അതിസാഹസികമായി ഗാർഡ്സിനൊക്കെ കൊന്ന് അവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് ആ ഹാൻഡിൽ നമ്മുടെ ഹീറോ കയ്യിലെടുത്തു. അപ്പോ ദാ അവിടെ മൈക്ക് ചത്തിട്ടില്ലായിരുന്നു. മൈക്ക് ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ വന്നു. ഇവൻ കുറെ നേരമായല്ലോ. ആ ഹാൻഡിൽ കൊണ്ട് തന്നെ അവന്റെ മോന്ത കലക്കി നിലത്തിട്ടു നമ്മുടെ ഹീറോ. അങ്ങനെ ഗൈസ് ഫൈനലി അവരുടെ മിഷൻ കംപ്ലീറ്റ് ആയി. കഥയുടെ അവസാനം നേസൻ അവരോട് പറയാണ് നിങ്ങൾക്ക് പുതിയ ഒരു ജോലി കൂടി ഉണ്ട് എന്ന്. എന്നാൽ നമ്മുടെ ഹീറോ ഓൾറെഡി മൊറോക്കോയിൽ നിന്ന് അടിച്ചു പൊളിച്ച ഹോളിഡേ ആഘോഷിക്കുമ്പോഴാണ് നേസൻ ഹീറോനെ കൂട്ടിപ്പോയത്. ഇനി എനിക്ക് വരാൻ കഴിയില്ല, ഞാൻ വെക്കേഷന് പോവാണ് എന്ന് പറഞ്ഞു ഹീറോ നടന്നു പോവുകയാണ്. പിന്നെ ഉക്രൈനക്കാരുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച വാല്യൂബിൾസ് അവർക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നേസൻ പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ എന്നേ വിറ്റു, അതൊക്കെ ഞാൻ ഒരു സിനിമ നിർമ്മിക്കാനായി ചിലവാക്കി എന്നും നേസനോട് ഹീറോ പറയാണ്. അപ്പോ ഏത് സിനിമയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഡാനി അഭിനയിക്കുന്ന സിനിമ തന്നെയാണ്. അതായത് ഗ്രെഗിന്റെ യഥാർത്ഥ ജീവിതമാണ് ഇവിടെ ഡാനി അഭിനയിക്കുന്നത്. നമ്മുടെ ഗ്രെഗ് അണ്ണനും സിനിമ സെറ്റിലുണ്ട്. സോ ഇതാണ് ഓപ്പറേഷൻ ഫോർച്യൂൺ എന്ന സിനിമയുടെ കഥ. കഥ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.